സജ്ജനങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് പറയിപെറ്റ പന്തിരുകുലത്തിന്റെ കഥ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവുന്നത് ഒന്നില്ല. എന്നാലും നമുക്കത് നോക്കണ്ടേ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന്. ആരും ഇത് കേൾക്കുന്നില്ലെങ്കിൽ എൻ്റെ ഒരു കടമ തീർക്കുന്നത് പോലെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്ര. ഏതായാലും ഒരു യൂട്യൂബ് ചാനലായല്ലോ, അതിലെന്തെങ്കിലും പറഞ്ഞിടാന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നതാണ് ഇതൊക്കെ. ചരിത്രപ്രസിദ്ധനായ ഗോവിന്ദസ്വാമിയുടെ പുത്രനും മലയാളത്തിൽ നടപ്പുള്ള വാക്യം പരൽപ്പേരു മുതലായ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവെന്ന് പറയപ്പെടുന്ന ആളുമാണ് വരരുചി. വരരുചി ഗംഭീരനായ ഒരാളാണ്. അന്ന് ബ്രാഹ്മണോത്തമനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ തന്നെ ഞാനിപ്പോ പറഞ്ഞില്ലേ, ആരും ഉണ്ടാവില്ല അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരായിട്ട്. അദ്ദേഹം വിക്രമാദിത്യ രാജാവിന്റെ സേവകനായിട്ട് താമസിച്ചിരുന്നു. നല്ല അറിവുള്ള ആളുമാണ്. വരരുചി സകല ശാസ്ത്ര പാരംഗതനും നല്ല പൗരാണികനുമായിരുന്നതിനാൽ രാജാവിന് ശാസ്ത്രം സംബന്ധമായോ പുരാണ സംബന്ധമായോ വല്ല സംശയം നേരിട്ടാൽ ഇദ്ദേഹത്തോട് ചോദിച്ചാണ് അത് തീർക്കുക പതിവ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വരരുചിയോട് ചോദിക്കും. വരരുചി അത് തീർത്തു കൊടുക്കും സംശയം. അത്ര പേരുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാജാവ് രാമായണത്തിൽ പ്രധാന വാക്യം ഏതാണ് എന്ന് ചോദിച്ചു. സദസ്സിൽ ചോദിച്ചതാണ് കേട്ടോ. സദസ്സിൽ ചോദിച്ചായിരിക്കും ഉത്തരം കിട്ടിയില്ല. അപ്പൊ ചോദ്യത്തിന് തക്കതായ ഉത്തരം പറയാൻ തോന്നായാൽ വരരുചി വളരെ വിഷണ്ണനായി തീർന്നു. ഉടനെ രാജാവ് പറഞ്ഞു, എന്നാൽ എവിടെയെങ്കിലും പോയി ആരോടെങ്കിലും ചോദിച്ചറിഞ്ഞ് 41 ദിവസം കഴിയുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പറയണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ഇവിടെ വരണമെന്നില്ല എന്ന് വരരുചിയോട് പ്രത്യേകം എല്ലാവരോടും പറഞ്ഞു. വരരുചിയോടും പറഞ്ഞു. എനിക്ക് തന്നെ കാണുകയും വേണ്ടെന്ന് പറഞ്ഞു. രാജാവിന്റെ രാജവാക്യം പിന്നെ അങ്ങനെയാണല്ലോ. രാജാവിന്റെ കൽപ്പന കേട്ട സമയത്ത് വരരുചിയുടെ ഹൃദയം വല്ലാത്ത നൊന്തു. വിഷാദവും വിചാരവും ഒക്കെ കൊണ്ട് നിറഞ്ഞു അദ്ദേഹത്തിന്റെ മനത്ത്. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ നിന്ന് പുറപ്പെട്ടു പോവുകയും ചെയ്തു. അതെന്നെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ലല്ലോ, ഇതിനൊരു തീർപ്പുണ്ടായിട്ട് ഇനി തിരിച്ചു വരുന്നുള്ളൂ എന്നുള്ള വിചാരത്തിൽ അദ്ദേഹം പോയി. അനന്തരം വരരുചി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിച്ച് പല യോഗ്യന്മാരെയും കണ്ടിട്ട് ഇത് ഉത്തരം കിട്ടണ്ടേ ചോദിച്ചു. ആരും എല്ലാ ശ്ലോകവും വാക്യങ്ങളും പ്രാധാന്യം തന്നെയല്ലേ, അല്ലാതെ അതിനുണ്ടോ വ്യത്യാസം എന്നൊക്കെ. നഹികുള ഗുളികയാഹ ക്വാപി മാധുര്യ ഭേദ എന്നും മറ്റും പലരും പലവിധം പറഞ്ഞതല്ലാതെ ശരിയായ മറുപടി ആരിൽ നിന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ബ്രാഹ്മണന് വ്യസനം സഹിക്കവയ്യാണ്ടായിപ്പോയി. 40 ദിവസം കഴിഞ്ഞില്ലേ ഒരു ഉത്തരം കിട്ടാതെ. രാജാവിന്റെ അടുക്കലുള്ള സേവ പോകുമെന്ന് തന്നെയുമല്ല, സർവജ്ഞനും സർവരാലും സമ്മതിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞുകൂടെന്ന് വരുന്നത് ഏറ്റവും അപമാനമല്ലേ എന്നുള്ളൊരു മനസ്താപം അദ്ദേഹത്തിന് വന്നു. ഈ അപമാനം സഹിച്ചുകൊണ്ട് സ്വദേശത്ത് താമസിക്കുന്നതിൽ ഭേദം മരിക്ക തന്നെയാണ് എന്നിങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഭക്ഷണവും കൂടാതെ ആ സാധു ബ്രാഹ്മണൻ എന്ത് ചെയ്തു എന്നോ, ഇനി പകരം മുഴുവൻ അലഞ്ഞു നടന്നു. രാത്രിയായ സമയത്ത് ഒരു വനാന്തരത്തിൽ ഒരു ആൽത്തറയുടെ അടുക്കൽ ചെന്നു നിന്നു. അവിടെ ചെന്നു വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ വ്യസനവും ഒക്കെ സഹിക്കാൻ കഴിയാണ്ട് അദ്ദേഹം ആൽത്തറയിൽ കയറി കിടന്നു. ഉടനെ ക്ഷീണം കൊണ്ട് മയക്കവുമായി. അദ്ദേഹം കിടന്ന സമയമുണ്ടല്ലോ, വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടന്നത്. അത് പറഞ്ഞു, വനത്തിലല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം കിടന്നത്. നേരം ഏകദേശം പാതിരയായി കാണും. അപ്പൊ ചില ആകാശ സഞ്ചാരികളായ ദേവതമാർ ആലിന്മേൽ വന്നുകൂടി. അവരുടെ ഒരു സങ്കേതമാണ് ആ ആൽത്താർ, ആലിന്റെ കൊമ്പ്. ആലിന്മേൽ സ്ഥിരവാസിനികളായ ദേവതമാരെ വിളിച്ചു, നിങ്ങൾ വരുന്നില്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രസവമുണ്ട്, ഞങ്ങൾ അവിടെ പോവുകയാണ്, ചോരയും നീരും കുടിക്കണമെങ്കിൽ വരുവിൻ എന്നാണ് പറഞ്ഞത്. അതിനാണ് ഇവര് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആലിന്മേലിരുന്ന ദേവതമാര് പറഞ്ഞു, ഞങ്ങൾക്ക് വരാൻ നിവൃത്തിയില്ല, ഇവിടെ ഒരു വിശിഷ്ടനായ ബ്രാഹ്മണൻ വന്ന് കിടക്കുന്നുണ്ട്, ഞങ്ങളെ ആശ്രയിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ കിടക്കുന്നത്. അദ്ദേഹം സ്വരക്ഷാർത്ഥം ഞങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് കിടന്നത്. അദ്ദേഹത്തിന്റെ രക്ഷ ഇപ്പൊ ഞങ്ങളാണ്, അദ്ദേഹത്തിന്റെ രക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞു.
അതിനാൽ നിങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ ഇതിലേ വന്ന് വിവരം പറഞ്ഞു വേണം പോകാൻ എന്നും പറഞ്ഞു. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ആ വനദേവതമാർ പോവുകയും ചെയ്തു. അന്ത്യയാമമായപ്പോൾ വരരുചി ഉണർന്നു. എങ്കിലും വ്യസനത്തോടുകൂടി ഇങ്ങനെ ഓരോന്ന് ഓർത്തോർത്തോർത്ത് അദ്ദേഹം കണ്ണടച്ച് കിടന്നല്ലാതെ എണീറ്റില്ല. എണീക്കാൻ തോന്നിയില്ല. 41-ാമത്തെ ദിവസമായില്ലേ. അപ്പോൾ മുമ്പേ പോയ ദേവതമാർ വീണ്ടും അവിടെ വന്നു ചേർന്നു. ഉടനെ അലന്മേലുണ്ടായിരുന്ന ദേവതമാർ പ്രസവം എവിടെയായിരുന്നു, കുട്ടി എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ദേവതമാർ പറഞ്ഞു, ഒരു പറയന്റെ എവിടെയായിരുന്നു പ്രസവം, കുട്ടി പെണ്ണാണ് എന്ന് പറഞ്ഞു. അവളെ വിവാഹം ചെയ്യുന്നത് ആരായിരിക്കും എന്ന് ആലിന്മേലുണ്ടായിരുന്നവർ വീണ്ടും ചോദിച്ചു. അപ്പൊ വന്നവർ പറയുന്നു, അത് മാംവിദ്ധി എന്നറിഞ്ഞുകൂടാത്ത ഈ വരരുചിയാണ്. ഇത് രാമായണത്തിലെ സുപ്രധാനമായ ശ്ലോകം മാം വിദ്ധി. അതായത് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖമെന്ന് സുമിത്രാദേവി ലക്ഷ്മണകുമാരനോട് ചൊല്ലിക്കൊടുത്ത ആ ശ്ലോകമാണത്. അതിവർ പറഞ്ഞു കൊടുത്തു. നേരം വെളുക്കാറായി, ഞങ്ങളിനി താമസിക്കുന്നില്ല, ശേഷമൊക്കെ പിന്നെ പറയാട്ടോ എന്നും പറഞ്ഞ് ഉടനെ പോവുകയും ചെയ്തു. ഏറ്റവും ബുദ്ധിശാലിയെ വരരുചിക്ക് ദേവതമാരുടെ ഈ വാക്ക് കേട്ടപ്പോൾ തന്റെ കാര്യം സാധിച്ചു അതിലുള്ള സന്തോഷം ഉണ്ടായി. ഭാവ്യ അധപ്പതനത്തെ കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ പോലെ ഈ പെണ്ണിനെ കല്യാണം കഴിക്കണോ ഈശ്വരാന്നും വിചാരിച്ചു. ഒന്നുപോലെ ഹൃദയത്തിൽ തിങ്ങി വശായി സങ്കടം വന്നിട്ട് അധപ്പതനം കൂടാതെ കഴിക്കുന്നതിന് തക്കതായ ഉപായം ആലോചിച്ചും നിശ്ചയിച്ചും കൊണ്ട് സന്തോഷത്തോടുകൂടി എണീറ്റു. അപ്പോഴേക്കും നേരം വെളുത്തു. ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. 41-ാം ദിവസമായിട്ടും വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് വിഷാദമായി തീർന്നില്ല. വരരുചിന് അത്രമാത്രം ഇഷ്ടാണല്ലോ രാജാവിന്. എങ്കിലും സഭാവാസികളായ വിദ്വാൻമാർക്കെല്ലാം വളരെ വളരെ സന്തോഷമുണ്ടായി. എന്തേ, വരരുചിയുടെ സ്ഥാനം ഞങ്ങൾക്ക് ആർക്കും കിട്ടുമല്ലോ. വരരുചി അവിടെ ഉണ്ടായിട്ടാണ് രാജാവ് അവരെ വേണ്ടവണ്ണം ആദരിക്കാത്തതും അവരുടെ ഖ്യാതി പൊങ്ങാത്തതും എന്നൊക്കെ അവര് വിചാരിച്ചു. അതങ്ങനെയാണല്ലോ, എല്ലാതിക്കലും ഒരാളെ കുറിച്ച് കുറച്ച് നല്ലതായി തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് മുഴുവൻ അവരോട് അസൂയ ഉണ്ടാവില്ല. അത് ഇന്നും നടക്കുന്ന കാര്യം തന്നെ. രാജ്യസഭ കൂടിയപ്പോൾ രാജാവ് പറഞ്ഞു, കഷ്ടം, നമ്മുടെ വരരുചിയെ കണ്ടില്ലല്ലോ. അദ്ദേഹം അപമാനം വിചാരിച്ച് പ്രാണത്യാഗം ചെയ്തതോ രാജ്യം വിട്ടുപോയതോ എന്തോ അതില്ല. സർവശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ അദ്ദേഹം ഏത് വിധവും നമ്മുടെ ചോദ്യത്തിന് തക്കതായ മറുപടി മനസ്സിലാക്കിക്കൊണ്ട് വരും, വരാതിരിക്കില്ല എന്നൊക്കെ രാജാവ് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് സന്തോഷസമേതം വരരുചി അവിടെ എത്തിയല്ലോ. അപ്പം അദ്ദേഹത്തിന് മുഖപ്രസന്നത കണ്ടപ്പോൾ തന്നെ കാര്യം സാധിച്ചു എന്ന് രാജാവിനും സഭാവാസികളെ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ രാജാവ് ചോദിച്ചു, എന്തായി, മനസ്സിലായോ വല്ലതെന്ന് ചോദിച്ചു. അപ്പോ വരരുചി പറഞ്ഞു, ദൈവകാരുണ്യത്താലും ഒരു കടാക്ഷം കൊണ്ടും മാന്യന്മാരായ നിങ്ങളുടെ ഒക്കെ അനുഗ്രഹ മാഹാത്മ്യത്താലും ഒരുവിധം മനസ്സിലായി മഹാരാജാവേ എന്ന് തന്നെ പറയാം, മനസ്സിലായി എന്ന് പറയാം എന്ന് പറഞ്ഞു. രാജാവ് ചോദിച്ചു, ഏത് ശ്ലോകമാണ്, അതിൽ ഏത് വാക്യമാണ്, അത് കേൾക്കട്ടെ. അപ്പൊ വരരുചി രാമായണത്തിൽ പ്രധാനമായ ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. എന്താ അത്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം. മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ് അതിൽ ശ്ലോകം. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള വാക്യം. മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ് എന്നും വരരുചി പറഞ്ഞു കൊടുത്തു. അപ്പൊ സഭയിലുണ്ടായിരുന്നവർക്കെല്ലാം എല്ലാവരും ശരി ശരി എന്ന ഏകകണ്ഠ്യം സമ്മതിച്ചു. രാജാവ് സന്തോഷ സമന്വിത എണീച്ചു. വരരുചിയുടെ കൈക്ക് പിടിച്ച് അർത്ഥാസനം കൊടുത്തിരുത്തി. പിന്നെ വില തീരാതെ കണ്ടുള്ള ആഭരണങ്ങളും അനവധി സുവർണരത്നങ്ങളും അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. തന്നോട് ഇനി എപ്പോഴും ഇവിടെ തന്നെ താമസിച്ചു കൊള്ളൂട്ടോ എന്നും അനുവാദവും കൊടുത്തു. അനന്തരം വരരുചി മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം 10 വിധത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 10 വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഈ രാജാവിനെ കേൾപ്പിച്ചു അദ്ദേഹം. അവയിൽ 2 വിധം അർത്ഥം താഴെ ചേർക്കുന്നു. ഈ ശ്ലോകം ശ്രീരാമൻ സീതയും ലക്ഷ്മണനും കൂടി വനവാസത്തിനായി പുറപ്പെട്ടപ്പോൾ മാതൃപാദങ്ങളെ വന്ദിച്ചു യാത്ര പറഞ്ഞ ലക്ഷ്മണനോട് സുമിത്ര പറഞ്ഞതാണ്. അല്ലയോ താത, അതായത് മകനെ, രാമം ദശരഥം വിദ്ധി, രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും നിന്റെ ജ്യേഷ്ഠനായ രാമനെ
അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് താല്പര്യം. പിന്നെന്താ രണ്ടാമത്തത്, മാം വിദ്ധി ജനകാത്മജ, സീതയെ എന്നെപ്പോലെ വിചാരിച്ചു കൊള്ളണം. അതായത് അമ്മയായിട്ട് കണക്കാക്കണം സീതാദേവിയെ. അടവിയും അയോധ്യ വിദ്ധി, കാടിന് അയോധ്യ രാജധാനിയാണെന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് യഥാസുഖം ഗച്ഛ, സുഖമാകും വണ്ണം ഗമിച്ചാലും മകനെ എന്ന് ഒരർത്ഥം. അത് നമുക്കൊക്കെ അറിയുന്ന അർത്ഥമാണ്. രണ്ടാമതൊരു അർത്ഥം ഇദ്ദേഹം പറയുന്നത് നമുക്ക് മനസ്സിലാവുമോ നോക്കാം. രാമം ദശരഥം വിദ്ധി, രാമന് ദശരഥൻ പക്ഷിവാഹനനായിരിക്കുന്ന മഹാവിഷ്ണു എന്നറിഞ്ഞാലും, ജനകാത്മജ മാം വിദ്ധി, ജനകാത്മജയെ അതായത് സീതാദേവിയെ, അതായത് മഹാലക്ഷ്മി എന്നറിഞ്ഞാലും, അയോധ്യ അടവിയും വിദ്ധി, അയോധ്യയെ രാമൻ പോയാൽ പിന്നെ അടവി തന്നെയല്ലേ അയോധ്യ ആണ് എന്നറിഞ്ഞാലും. അതിനാൽ അല്ലയോ വത്സ, നിസ്സുഖമാകും വണ്ണം പോയാലും എന്ന് രണ്ടാമത്തെ അർത്ഥം. അങ്ങനെ ഒരു 10 തരത്തില് അദ്ദേഹത്തിനത് എന്താ പറയേണ്ടത്, 10 തരത്തിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്രകാരം യഥാക്രമം 10 വിധത്തിൽ വരരുചിയുടെ വ്യാഖ്യാനം കേട്ടപ്പോൾ രാജാവ് പൂർവാധികം സന്തോഷിക്കുകയും വരരുചിയെ ബഹുമാനിക്കുകയും ചെയ്തു. പിന്നെ എല്ലാവരും കൂടി ഓരോ രാജ്യവർത്തമാനം പറഞ്ഞങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരരുചി, അല്ലയോ മഹാരാജാവേ, ഇന്നലെ രാത്രി പറയന്റെ മാടത്തിൽ പറയി പ്രസവിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ജാതകഫലം നോക്കിയതിൽ ആ കുട്ടിക്ക് 3 വയസ്സ് തികയുമ്പോഴേക്കും ഈ രാജ്യം നശിക്കുമെന്ന് കണ്ടിരിക്കുന്നു. എന്താ സൂത്രം? തട്ടിപ്പാന്ന് സൂത്രം. രാജാവിനോട് രാജാവ് എന്തെങ്കിലും ചെയ്താല് പ്രശ്നമില്ലല്ലോ. ഇദ്ദേഹം നേരെ പോയിട്ട് ആ കുട്ടീനൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇന്നു മുതൽ തന്നെ ഓരോ നാശകാരണങ്ങൾ തുടങ്ങും, അല്ലെങ്കിൽ ആ പ്രജയെ ഉടനെ കൊല്ലിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജ്യോതിശാസ്ത്ര തത്വജ്ഞനും വിശിഷ്ടനുമായ ഈ ബ്രാഹ്മണോത്തമന്റെ വചനം ഒരിക്കലും മിഥ്യയാകുന്നതല്ലെന്നുള്ള വിശ്വാസത്താൽ രാജാവിനും സഭാവാസികളും വളരെ വ്യസനമായി തീർന്നു. ഇപ്പൊ എന്താ ചെയ്യാ? കൊല്ലാതിരിക്കാനും പറ്റില്ല, കൊല്ലാനും പറ്റൂല എന്നുള്ള സ്ഥിതിയിലായി. ബാലനിഗ്രഹം കഷ്ടം, വിശേഷിച്ചും പെൺകുട്ടിയായിരിക്കുന്ന സ്ഥിതിക്ക് അതൊരിക്കലും ശരിയല്ല. ഇത് ബാലവധം തന്നെ തെറ്റാണ്. പിന്നെ പെൺകുട്ടിയായതുകൊണ്ട് ഒട്ടും കൊല്ലാൻ പാടില്ല, വിശേഷിച്ചും. അതെ, അതിനാൽ എന്ത് വേണ്ടു എന്നെല്ലാവരും കൂടി ആലോചിച്ച് ഒരു കൗശലം നിശ്ചയിച്ചു. എങ്ങനെയെന്നാൽ വാഴപ്പിണ്ടി കൊണ്ടൊരു ചെറിയ ചങ്ങാടം ഉണ്ടാക്കി. ഈ കുട്ടിയുടെ തലയിൽ ഒരു ചെറിയ പന്തവും കൊളുത്തി കുത്തി അതിൽ കിടത്തി നദിയിൽ ഒഴുക്കുക. ഈ നിശ്ചയത്തെ രാജാവും സമ്മതിച്ചു. ഉടനെ 2 ഭടന്മാരെ വിളിച്ച് അപ്രകാരം ചെയ്യുവാൻ കൽപ്പനയും കൊടുത്തു. കുട്ടി ഉണ്ടായിരിക്കുന്ന സ്ഥലം ഏകദേശം നദിക്കിലാണെന്ന് വരരുചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. രാജഭടന്മാർ അന്വേഷിച്ച് ചെന്ന് കുട്ടിയെടുത്ത് കൽപ്പനപ്രകാരം ചെയ്യുകയും ഉടനെ വിവരം രാജസന്നിധിയിൽ അറിയിക്കുകയും ചെയ്തു. ഇദ്ദേഹം എന്ത് വിചാരിച്ചത്? വിധിനെ മറികടക്കാൻ എനിക്ക് പറ്റുന്നാണ് വിചാരിച്ചത്. അത് പറ്റൂലല്ലോ. വരരുചിക്ക് വളരെ സന്തോഷമായി. പിന്നെയും അദ്ദേഹം രാജാവിന്റെ അടുക്കൽ തന്നെ സേവകനായി താമസിച്ചു. അങ്ങനെ കുറഞ്ഞൊരു കാലം കഴിഞ്ഞതിന് ശേഷം വരരുചി സ്ഥിര താമസം സ്വഗൃഹത്തിൽ തന്നെ ആക്കി. ഇതിന്റെ ബാക്കി ഭാഗം ഇത് വലിയൊരു കഥയാണ്. അപ്പോ ബാക്കി ഭാഗം നമുക്ക് നാളെ നോക്കാം. കുറേ ദിവസം പറയാനുണ്ടാവും. ഇത് വലിയൊരു കഥയല്ലേ. ഇന്നത്തെ ഭാഗം ഭഗവത്പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.